പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങളാണ് ഷാജി പാപ്പനും അറക്കൽ അബുവും കൂട്ടരും. ആട് 1-2 ചിത്രങ്ങളിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ സ്വീകരിച്ചത്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് നിർമ്മിച്ചത്. മെയ് 10 ശനിയാഴ്ച കാലത്ത് കൊച്ചി കലൂരിലുള്ള IMA ഹാളിൽ വെച്ച് ഈ കഥാപാത്രങ്ങൾ വീണ്ടും എത്തുന്ന ആട് 3 എന്ന ചിത്രത്തിന്റെ തിരി തെളിഞ്ഞിട്ടുണ്ട്. ആട് സീരീസിലെ ബഹുഭൂരിപക്ഷം വരുന്ന അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഷാജി പാപ്പന്റെ ജ്യേഷ്ഠ സഹോദരൻ തോമസ് പാപ്പനെ അവതരിപ്പിച്ച രഞ്ജി പണിക്കർ തിരി തെളിയിച്ചുകൊണ്ടാണ് ആട് 3-ാം ഭാഗത്തിന് ഔദ്യോഗികമായ ആരംഭം കുറിച്ചത്. യുവനടൻ ഷറഫുദ്ദീൻ സ്വിച്ച് ഓൺ കർമ്മവും സംവിധായകനായി തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്ന ഉണ്ണി മുകുന്ദൻ ഫസ്റ്റ് ക്ലാപ്പും നൽകി ചിത്രീകരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ആട് ചിത്രീകരണം നടക്കുമ്പോൾ താൻ ചാൻസ് നേടി നടക്കുകയായിരുന്നു. ആടിലും ചാൻസ് ചോദിച്ചിരുന്നു. പക്ഷെ ആട് തുടങ്ങിയപ്പോൾ താൻ പ്രേമത്തിൽ അഭിനയിച്ചു തുടങ്ങിയതിനാൽ ആട് നഷ്ടപ്പെട്ടുവെന്ന് ഷറഫുദ്ദീൻ ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. ഷാജി പാപ്പൻ, അറക്കൽ അബു തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജയസൂര്യ, സൈജി കുറുപ്പ്, രഞ്ജി പണിക്കർ, ഭഗത് മാനുവൽ, നോബി, നെൽസൺ, ആൻസൺ ബോൾ, ചെമ്പിൽ അശോകൻ, ശ്രിൻഡ, ഡോക്ടർ റോണി രാജൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. സൈജി കുറുപ്പിനെ പങ്കാളിയാക്കി തോമസ് തിരുവല്ല നിർമ്മിച്ച ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗമായ മോഹിനിയാട്ടത്തിന്റെ ഔദ്യോഗിക അനൗൺസ്മെന്റ് ഈ അവസരത്തിൽ സൈജു കുറുപ്പ് നടത്തുകയുണ്ടായി. സംവിധായകനായ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തെക്കുറിച്ച് ആമുഖമായി സംസാരിച്ചത്. ഒരു പരാജയ ചിത്രത്തിൽ നിന്നുമാണ് ആട് 2 ഒരുക്കാൻ തീരുമാനിച്ചത്. ആട് 2 വലിയ വിജയം തന്നു. വിജയ ചിത്രങ്ങൾക്കാണ് ഇത്തരത്തിൽ ഒന്നിലധികം റിലീസുകൾ ഉണ്ടാകാറുള്ളത്. ഇവിടെ ആദ്യ ചിത്രം പരാജയപ്പെട്ടിട്ട് നിന്നുമാണ് 3-ാം ഭാഗത്തിൽ എത്തി നിൽക്കുന്നത്. ഇത് സിനിമാ ചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കുമെന്നാണ് മിഥുൻ തന്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ആട് 1-2 ഭാഗങ്ങളിലെ എല്ലാ അഭിനേതാക്കളും 3-ാം ഭാഗത്തിലുമുണ്ട്. ഇവർക്കൊപ്പം ഏതാനും പുതുമുഖങ്ങളും ഉണ്ടെന്ന് മിഥുൻ മാനുവൽ തോമസ് വ്യക്തമാക്കുകയുണ്ടായി. ചിത്രത്തിന്റെ കഥാഗതിയെ കുറിച്ച് അധികമൊന്നും സംസാരിക്കരുത്, എങ്ങനെ വേണമെങ്കിലും സിനിമ സംവിധാനം ചെയ്തോളൂ, മാർക്കറ്റിംഗ് എനിക്ക് വിട്ടുതരണമെന്നാണ് താൻ മിഥുനോട് പറഞ്ഞിരിക്കുന്നതെന്ന് വിജയ് ബാബു പറഞ്ഞു. ചിത്രത്തിന്റെ ബജറ്റ് എന്നും കൂടുന്നുവെന്ന ഭീഷണി പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലന്റെ ഭാഗത്തു നിന്നുമുണ്ടെന്ന് വിജയ് ബാബു സൂചിപ്പിച്ചു. ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇതുവരെയും ഇട്ടിട്ടില്ല എന്നും ഷിബു പറയുന്നു. 120ഓളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചിത്രത്തിന്റെ ചിത്രീകരണം. മെയ് 15-ന് പാലക്കാട്ടാണ് ചിത്രീകരണം ആരംഭിക്കുന്നത്. 3 ഷെഡ്യൂളുകളോടെ വ്യത്യസ്തമായ ലൊക്കേഷനിലൂടെയാണ് ചിത്രീകരണം പൂർത്തിയാക്കുന്നതെന്ന് വിജയ് ബാബു അറിയിച്ചു. ജയസൂര്യയെ കൂടാതെ വിനായകൻ, അജു വർഗീസ്, ഇന്ദ്രൻസ്, ധർമ്മജൻ ബോൾഗാട്ടി, ഹരികൃഷ്ണൻ, വിനീത് മോഹൻ, ഉണ്ണിരാജൻ പിദേവ് എന്നിവരും ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ്. സംഗീതം ഷാൻ റഹ്മാനും ഛായാഗ്രഹണം അഖിൽ ജോർജും എഡിറ്റിംഗ് ലിജോ പോളുമാണ്.